ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചസ് ഫസ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡബിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. ഞാനിവിടെ 12 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആയതുകൊണ്ട് യാൺ ഓവർ ചെയ്യുക. ഇവിടുന്ന് 1 2 3 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇത് നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡബിൾ ക്രോഷ്യയുടെ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചാണ്. നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 12 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 3 ചെയിൻ ചെയ്ത ആ ഒരു സ്റ്റിച്ച് നമ്മൾ ആ ഒരു സ്കിപ്പ് ചെയ്ത ആ ഒരു ഭാഗം നമ്മളൊരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ചെയിനിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഈ ഒരു 3 ചെയിൻ ചെയ്ത ഇത് നമ്മളൊരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മളിവിടെ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്തിട്ട് നമ്മളെ വർക്ക് ടേൺ ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്യാം. ഇതുവരെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് അപ്പർ പാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്തത് ഈ ഒരു ഭാഗത്താണ്. ഇനി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ സ്പേസിലാണ്. താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ സ്പേസിലാണ് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ 1ൻ്റെ മുകളിൽ ഈ ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ മുകളിൽ നമ്മൾ 3 ചെയിൻ ചെയ്തു. അത് നമ്മളൊരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്യുക. സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ, ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്ക് 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ സ്പേസിലാണ്, ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഡബിൾ ക്രോഷ്യ ചെയ്തതുപോലെ തന്നെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റും കിട്ടി. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക. താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഈ ഒരു 10 സ്റ്റിച്ചാണുള്ളത്. ഈ ഒരു 10 സ്റ്റിച്ചിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സ്പേസ് നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു നമ്മൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമാണ്. അതിലും നമ്മൾ യാൺ ഓവർ ചെയ്യുക. ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നമുക്കൊരു ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോഴേ നമുക്ക് നമ്മൾ 10 സ്റ്റിച്ച് കൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. 1 2 3 4 5 6 7 8 9 10 10 സ്റ്റിച്ച് ഉണ്ടോയെന്ന് സെക്കൻഡ് റൗണ്ടിൽ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് വെച്ചിട്ട് ഈ ഒരു റൗണ്ടിൽ 2 റൗണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ബാക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വരും, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 2 റൗണ്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ബാക്കിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗം കാണും. ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് പോർഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. നമുക്ക് നമ്മൾ യാൺ കട്ട് ചെയ്യാം. യാൺ കട്ട് ചെയ്ത് വെക്കാം, യാൺ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ നമുക്കൊരു 12 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 4 5 6 7 8 9 10 11 12 യാണവർ ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാണവർ ചെയ്യുക, ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 അടുത്തതിൽ യാണവർ ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചെയ്യാം. അപ്പം നമ്മൾ ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഈ ഒരു വ്യത്യാസം ഫ്രണ്ട് പോസ്റ്റിന് വരുന്നത്. ഫ്രണ്ട് പോസ്റ്റ് ആയാലും ബാക്ക് പോസ്റ്റ് ആയാലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം മാറുമ്പോൾ നമുക്ക് സ്റ്റിച്ചസ് ആകെ മാറും. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഡബിൾ ക്രോഷ്യ കാണിച്ചു തന്നത് ആ ഒരു സ്പേസ് നല്ലോണം ഉണ്ടാവും ഡബിൾ ക്രോഷ്യക്ക്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പേസ് മനസ്സിലാവും. ഈ ഹാഫ് ഡബിൾ ക്രോഷ്യക്കൊക്കെ ചെറിയ സ്പേസ് ഉണ്ടാവുള്ളൂ. ഡബിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യക്ക് അതിലും ചെറുതായിട്ടുണ്ടാവും. ഈ ഒരു സ്പേസൊക്കെ ചെറുതായിട്ടാണ് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ നല്ലോണം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ചസ് ഏതിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് മനസ്സിലാവും. അതിനാണ് ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് പോസ്റ്റ് കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയിൻ 2 ചെയ്യാം. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക, ബാക്ക് സൈഡിലേക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്പേസിൽ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു 2 ചെയിൻ ചെയ്തു. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ മുകളിൽ നമ്മൾ 2 ചെയിൻ ചെയ്തു. പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഈ ഒരു സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ 3rdൻ്റെതും ഈ ഒരു സ്പേസിൽ, 4th-ൻ്റെതും ഈ ഒരു സ്പേസിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ചെയിൻ ചെയ്തു, നമ്മൾ വർക്ക് ടേൺ ചെയ്തു. യാണോവർ ചെയ്യുക. താഴെ ചെയ്ത സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണോവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് കിട്ടും. വീണ്ടും യാണോവർ ചെയ്യുക. 3ാമത്തെ സ്റ്റിച്ചിൻ്റെ അടുത്ത സ്റ്റിച്ചിൻ്റെ നേരെ ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണോവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഫ്രണ്ട് പോസ്റ്റ് കിട്ടി. വീണ്ടും അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണോവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പം 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കേട്ടോ. ഈ സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഓരോ സ്റ്റിച്ചും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോസ്റ്റ് ആകുമ്പോൾ ഹാഫ് ഡീവ്സി ഒക്കെ ആകുമ്പോൾ സ്പേസ് കുറവാകും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് മറ്റേ സ്റ്റിച്ച് കാണിച്ചു തന്നത്. ആ സ്റ്റിച്ച് നമ്മൾ പഠിച്ചിട്ട് പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് താഴെ എത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റിച്ചസ് മുകളിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. പിന്നെ ബിഗിനേഴ്സിനൊക്കെ എപ്പോഴും പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ അവർ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഈ ഒരു നമ്മൾ 2 ചെയിൻ ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് സ്റ്റിച്ചസ് ചെയ്യാൻ മറന്നു പോകും. അതാണ് അവർക്ക് കൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്പർ കിട്ടാത്തത്. യാണോവർ ചെയ്യുക, ഈ ഒരു ലാസ്റ്റ് ചെയിനിൽ ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു റോ നമുക്ക് ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് ചെയിൻ 1 ചെയ്യാം, യാണ് കട്ട് ചെയ്ത് വെക്കാം. 2 റോ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് യാണ് കട്ട് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു, ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ 10 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, യാണോർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പം താഴെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആകെ നമുക്ക് വ്യത്യാസം വരുന്നത് ആ ഒരു സ്പേസിലാണ്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതെങ്കിലും ആ ഒരു സ്പേസ് കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു എളുപ്പത്തിന് ഞാൻ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഫ്രണ്ട് പോസ്റ്റ് കാണിച്ചു തന്നത്. ഇപ്പോൾ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ടിൽ ചെയ്യാം. ലാസ്റ്റ് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സ്പേസാണ്, ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പേസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിച്ചസ് പഠിക്കുമ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവും. നമുക്ക് ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇങ്ങനെ ഈ ഒരു ഭാഗത്തുള്ള സ്പേസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് ഇങ്ങനെ ഈ ഒരു സ്പേസ് ഇങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെ കഴിഞ്ഞാലും ഓരോ സ്റ്റിച്ചിനും ഓരോ സ്പേസ് ഉണ്ടാവും. ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ചസ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ 1 ചെയ്യാം, ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു സ്പേസിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ചെയിൻ 1 ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നോക്കുമ്പോൾ സ്പേസിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റും പിന്നെ ഇനി അടുത്ത സ്റ്റിച്ചായ ബാക്ക് പോസ്റ്റും വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഇതും ഇത് ചെയ്യാനുള്ളത്, പാറ്റേൺ ചെയ്യാനുള്ളത്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യും, അല്ല ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യും, ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യും. ആ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു പാറ്റേൺ ഒക്കെ കിട്ടും. നമ്മൾ ഈ ഡ്രസ്സ് കൈയിൻ്റെ സൈഡിൽ വെക്കാൻ, അതുപോലെ നെക്കിൻ്റെ ഭാഗത്ത്, പിന്നെ നമ്മൾ ക്യാപ്പ് ചെയ്യുമ്പോൾ ക്യാപ്പിൻ്റെ ഒരു അടിഭാഗത്തൊക്കെ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഒരു നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ആദ്യം ഫ്രണ്ട് പോസ്റ്റ് ചെയ്യും, പിന്നെ ആദ്യം ഫ്രണ്ട് പോസ്റ്റ് ചെയ്യും, പിന്നെ ബാക്ക് പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത സ്റ്റിച്ച് പഠിക്കുന്നത് ബാക്ക് പോസ്റ്റാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് ഈ ഒരു ഫ്രണ്ട് പോസ്റ്റ് മാത്രം ചെയ്യുക. കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ ബാക്ക് പോസ്റ്റും കൂടി ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിക്കും ഇത് എന്തിനാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചസ് പഠിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചസ് പഠിച്ചാലേ നമുക്ക് പാറ്റേൺസിൽ ഒരു ജിഗ്സാക്ക് പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിൻ്റെ സ്പേസിലും താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ ഓരോ സ്പേസിലും നമ്മളിങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണേ, അപ്പോഴേ നമ്മളെ കൗണ്ട് കറക്റ്റ് ആവുള്ളൂ. താഴെ നമുക്ക് 9 സ്റ്റിച്ചസാണ് കിട്ടിയത്. അതുപോലെ നമുക്ക് ഇവിടെ 9 സ്റ്റിച്ച് കിട്ടണമെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ചെയിനിലും നമ്മൾ ചെയ്യണേ. എന്നിട്ട് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കണേ. ഇവിടെ കണ്ടോ, നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം ബാക്കിലും മറ്റേത് ഫ്രണ്ടിലും കിട്ടും. എന്നിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 3 സ്റ്റിച്ചസിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക.